ഈ മനുഷ്യൻ തന്റെ കൈ ഒടിഞ്ഞതായി അഭിനയിക്കുകയായിരുന്നു. കാരണം അയാൾ തന്റെ പ്ലാസ്റ്ററിനുള്ളിൽ ഒരു തോക്കൊളിപ്പിച്ചിരുന്നു. വലിയൊരു തുകയ്ക്ക് വേണ്ടി ഈ കോടീശ്വരനെ വധിക്കാനായിരുന്നു അയാളുടെ പദ്ധതി. എന്നാൽ പെട്ടെന്ന് മറ്റൊരു കൊലയാളി ദൂരെ നിന്ന് അതിശക്തമായ ഒരു റൈഫിൾ ഉപയോഗിച്ച് വെടിവെച്ചു. അത് ആ കോടീശ്വരന്റെ നെഞ്ചിൽ തന്നെ കൃത്യമായി കൊണ്ടു. രണ്ടാമത്തെ വെടിവെപ്പുകാരൻ ഒരു ശുചീകരണ തൊഴിലാളിയുടെ വേഷത്തിൽ ഒളിച്ചിരിക്കുന്നത് സ്റ്റാലോൺ ശ്രദ്ധിച്ചു. തനിക്ക് ലഭിക്കേണ്ട വലിയ പ്രതിഫലം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സ്റ്റാലോൺ ആ പ്രൊഫഷണലിന് പിന്നാലെ പോയി. ഒരു മരത്തിന് പിന്നിൽ മറഞ്ഞു നിന്നുകൊണ്ട് സ്റ്റാലോൺ പലതവണ വെടിയുതിർത്തുവെങ്കിലും ലക്ഷ്യം തെറ്റി. സ്റ്റാലോണിന്റെ ഈ മോശം പ്രകടനം രണ്ടാമത്തെ കൊലയാളിക്ക് ഒളിക്കാൻ ആവശ്യത്തിന് സമയം നൽകി. അവസാനം ബോഡിഗാർഡുകൾ സ്നൈപ്പറെ വളഞ്ഞുവെങ്കിലും അയാളുടെ കഴിവിനെക്കുറിച്ച് അവർക്ക് അറിവില്ലായിരുന്നു. വെറും 5 സെക്കൻഡിനുള്ളിൽ ആ മിടുക്കനായ വെടിവെപ്പുകാരൻ ബോഡിഗാർഡ്സിനെ മുഴുവൻ വകവരുത്തി. സ്റ്റാലോൺ അയാൾക്ക് നേരെ വെടിയുതിർത്തുകൊണ്ടേയിരുന്നു. എന്നാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നതിന് മുൻപ് തന്നെ പോലീസ് കൊലയാളിക്ക് രക്ഷപ്പെടാനുള്ള വഴി തടഞ്ഞു. അപ്പോൾ കൊലയാളി സന്തോഷത്തോടെ തന്റെ ആയുധം ഉപേക്ഷിക്കുകയും പോലീസിന് മുന്നിൽ കീഴടങ്ങുകയും ചെയ്തു. ആയുധധാരികളായ പോലീസിനോട് എതിരിടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ സ്റ്റാലോൺ കാട്ടിലേക്ക് പോയി. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.